അത് നറുക്കെടുപ്പിൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ബുധനാഴ്ച 2:30 അന്ന് മൂലനക്ഷത്രമാണ്, ധനുരാശിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിലൊരു 5 രാശിക്കാർക്ക് കിട്ടാനുള്ള ബാക്കിയുണ്ട്. അത് നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് നമുക്ക് നോക്കാം. ചിലർ എനിക്ക് ഒരു വീഡിയോ ചെയ്തപ്പോൾ കമൻസ് വന്ന് ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റ് ആണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഈ പ്ലാനറ്റ് നോക്കിയാണ് പറയുന്നത്. സർ, ജാതകത്തിൽ ധനലാഭം, ധനമാണ് എല്ലായിടത്തും പ്രശ്നം. അതെ. അപ്പോൾ ജാതകത്തിൽ ധനലാഭം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? അറിയാൻ പറ്റും. അത് 2-11 ഭാവം. അതിപ്പോൾ സ്ത്രീയുടെ ജാതകമാണെങ്കിലും പുരുഷൻ്റെ ജാതകമാണെങ്കിലും 11 ഭാവം വിദ്യ പറയും. അതായത് ഉപരിപഠനം 11 ഭാവം പറയണം. അത് കുട്ടികളിൽ ഇപ്പോൾ ഒരു പഠനം പൂർത്തിയായി ഉപരിപഠനം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 9-11 ഭാവം. അപ്പോൾ 9 എന്ന് പറയുന്നത് ഭാഗ്യമാണ്. നമുക്കിപ്പം ഈ സാമ്പത്തികം ഇപ്പോൾ ചോദിച്ചത് ധനമാണ് ചോദിക്കുന്നത്, ധനലാഭം. ധനലാഭം എന്ന് പറയുന്നത് 2-11. 2-ാം ഭാവാധിപൻ 11-ൽ നിൽക്കുക, 11-ാം ഭാവാധിപൻ 2-ൽ നിൽക്കുക. പെട്ടെന്നുള്ള ധനാഗമം. അതിപ്പം ഷെയർ മാർക്കറ്റിലൊക്കെ നിൽക്കുന്നില്ലേ? അപ്പം എങ്ങനെ പറയാം? ട്രേഡിങ് 1 ലക്ഷം രൂപ മുടക്കും, 1 വർഷത്തിനകം 2.5 ലക്ഷമായിട്ട് തിരിച്ചെടുക്കും. ഇതൊക്കെ ലക്കല്ലേ? അപ്പോൾ ലക്ക് എന്ന് പറയുമ്പോൾ ലോട്ടറിയോ? ലോട്ടറിയും വരുന്നതിൽ ലോട്ടറി ഇതിൽ വരും. ലോട്ടറി ഭാഗ്യം ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പം വരുന്ന ബുധനാഴ്ച, അത് 9-ാം തീയതി ഓണം ബമ്പറാണ്. ഓണം ബമ്പറിൻ്റെ ഒരു പ്രത്യേകത 25 കോടിയാണ് അവർ കൊടുക്കുന്നത് ഫസ്റ്റ് പ്രൈസ്. പിന്നെ 20 പേർക്ക് 1 കോടി രൂപ വീതം കൊടുക്കുന്നുണ്ട്. 50 ലക്ഷം വരെ വെച്ച് 20 പേർക്ക് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു പ്രൈസായ 5000 വെച്ച് 5500 പേർക്ക് എങ്ങാണ്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇപ്രാവശ്യം ആർക്കും പ്രയാസപ്പെടേണ്ട, ഒരു ചെറിയ പ്രൈസെങ്കിലും കിട്ടുമെന്നുള്ളത് ഉറപ്പിക്കാം. പിന്നെ ലക്ഷങ്ങളാണ് ടിക്കറ്റ് വിൽക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഗ്രഹ നിലയിൽ ഒരു സ്ത്രീയുടെ ജാതകത്തിലാണെങ്കിലും ഒരു പുരുഷൻ്റെ ജാതകത്തിലാണെങ്കിലും 2-ാം ഭാവാധിപൻ 11-ൽ, 11-ാം ഭാവാധി 2-ൽ. അപ്പോൾ ഇപ്പോൾ എളിമയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ചിങ്ങലഗ്നം ജാതകൻ, രാശിയല്ല ലഗ്നം, 2-ാം ഭാവാധിപനായ ബുധൻ മിഥുനത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ 2-ാം ഭാവാധിപൻ 11-ലായി. ഇവർക്ക് ഈ കൂടുതലും റിയൽ എസ്റ്റേറ്റ്, ട്രേഡിങ്, ഇപ്പോൾ പറഞ്ഞില്ലേ ഷെയർ മാർക്കറ്റ്, പെട്ടെന്നുള്ള ധനാഗമം. ഇവർ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കിട്ടും ലോട്ടറി. അപ്പോൾ സംഖ്യ പറയണം. മറ്റുള്ളത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര എന്നാണ്. ലോട്ടറി എടുക്കുന്നത് നമ്പർ നോക്കിയാണ്. ഇപ്പോൾ 6 സംഖ്യ കൂട്ടുന്നവരുണ്ട്, 4 സംഖ്യ മാത്രം കൂട്ടുന്നവരുണ്ട്. എന്ന് വെച്ചാൽ 5000 പ്രൈസ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ. ഇപ്പം 10 ലക്ഷം വേണം, അല്ലെങ്കിൽ 50 ലക്ഷം പ്രൈസ് അടിക്കണം, 1 കോടി രൂപ പ്രൈസ് അടിക്കണം. ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ചിങ്ങലഗ്നത്തിന് 2-11-ാം ഭാവാധിപൻ 11-ലോ 2-ലോ നിൽക്കുകയാണെങ്കിൽ 5-ാം നമ്പർ എടുക്കണം. അതിൻ്റെ ഉടമ എന്ന് പറയുന്നത് ബുധനാണ്. ചിങ്ങലഗ്നത്തിന് 2-ാം ഭാവം കന്നി, 11-ാം ഭാവം മിഥുനം. അതിൻ്റെ അധിപനം എന്ന് പറയുന്നത് ബുധൻ. ബുധൻ്റെ സംഖ്യ എന്ന് പറഞ്ഞാൽ 5ആണ്. അത് 5 പേര് ചേർന്നെടുത്താൽ, അത് കൂട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൈസ് ഉറപ്പ്. അങ്ങനെ പ്രൈസ് കിട്ടും. അതുപോലെ ഇപ്പോൾ ബാക്കിയുള്ള ജാതകം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പ്രൈസിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ നോക്കാം. അത് നറുക്കെടുപ്പിൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ബുധനാഴ്ച 2:30 അന്ന് മൂലനക്ഷത്രമാണ്, ധനുരാശിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിലൊരു 5 രാശിക്കാർക്ക് കിട്ടാനുള്ള ബാക്കിയുണ്ട്. അത് നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിപ്പം കുംഭ രാശിക്കാർ എടുക്കുകയാണെങ്കിൽ അതിൽ അവിട്ടമര, ചതയം, പൂരുരുട്ടാതി, മുക്കാരി. ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് ആര് നിൽക്കുന്നു? ശുക്രൻ നിൽക്കുന്നു. അന്നത്തെ പ്ലാനറ്റ് അനുസരിച്ച് കുംഭത്തിൻ്റെ 4-ാം ഭാവാധിപനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. 5-ാം ഭാവാധിപനായ ബുധൻ ഉച്ചം ഭവിച്ച് എവിടെ നിൽക്കുന്നുണ്ട്? കന്നിയിൽ നിൽക്കണം. അപ്പോൾ ഏത് സംഖ്യ എടുക്കണം? 6-ാം നമ്പർ എടുത്താൽ പ്രൈസ് ഉറപ്പ്. അത് കൂട്ടി വരുന്ന സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സംഖ്യ എന്ന് പറഞ്ഞാൽ 6 നമ്പരാണ്. 6 കൂട്ടിക്കഴിഞ്ഞാൽ 6-ാം നമ്പർ വരണം, അല്ലെങ്കിൽ 5. സെക്കൻഡ് ചോയ്സ് എന്ന് പറഞ്ഞാൽ 5ആണ്. അത് കുംഭരാശിക്കാർക്ക്. അപ്പോൾ ഈ ടിക്കറ്റിൽ എടുക്കുന്ന ഇത് നമ്പരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത് വരുന്ന ആർക്കാണ് വരുന്നത്? ഇടവരാശി. ഇടവരാശി എന്ന് പറയുന്നത് കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരാര. ഇവർക്ക് നിലവിൽ 11-ൽ രാഹു നിൽക്കുകയാണ്. രാഹു നമ്മൾ പറയും ശുക്രനെ പോലെ രാഹുവും പെട്ടെന്നുള്ള ധനം കൊടുക്കുന്നവനാണ്. 4-ാം നമ്പർ എടുക്കുക ഈ സമയം. അത് ഈ ബമ്പറിന് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്നവരാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് താല്പര്യമുള്ളവർ ഈ നക്ഷത്രത്തിലുണ്ടെങ്കിൽ, അത് കാർത്തിക, മുക്കാൽ, രോഹിണി, മകേരാര ഉണ്ടെങ്കിൽ അവർ 4-ാം നമ്പർ എടുക്കുക, അല്ലെങ്കിൽ 3-ാം നമ്പർ. എന്നാൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് 4-ാം നമ്പറാണ്. 11-ൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ലോട്ടറി ഭാഗ്യം ഉണ്ട്. സംഖ്യ കൂട്ടി വരുമ്പോൾ എടുക്കുക. അത് കഴിഞ്ഞ് പറഞ്ഞത് ചിങ്ങലഗ്നമാണ്. അത് ചിങ്ങരാശി. ചിങ്ങരാശിക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 2-ൽ ബുധൻ നിൽക്കുകയാണ്. 11-ാം ഭാവാധിപൻ 2-ൽ നിൽക്കുകയാണ്.
നമ്മളൊരു ഉദാഹരണം പറഞ്ഞില്ലേ, 2-ാം ഭാവാധിപൻ 11 നിൽക്കുക, 11-ാം ഭാവാധിപൻ 2 നിൽക്കുക. ഇപ്പം നിലവിൽ ലഗ്നാധിപനും 11-ാം ഭാവാധിപനും 2-ൽ നിൽക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് ധനം കിട്ടണം. ഗവൺമെൻറ് ധനം എന്ന് വെച്ചാൽ ലോട്ടറി പറയാമല്ലോ, 5-ാം നമ്പർ എടുക്കാം, 1-ാം നമ്പർ എടുക്കാം. കൂട്ടുസംഖ്യ എന്നുള്ളത് 5-ാം നമ്പർ എടുക്കാം, 1-ാം നമ്പർ എടുക്കാം. അപ്പോൾ ചിങ്ങത്തിൽ ആയാലും നക്ഷത്രം വരും. മകം, പൂരം, ഉത്തരം, കാല്, ഇവർക്ക് ആ ബാക്കിയായി. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ വൃശ്ചിക കുറു. വൃശ്ചിക കുറു എന്ന് പറയുന്നത് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഇവർക്ക് ഇപ്പം നിലവിൽ 7-ലാണ് ഗുരു. അവിടെയും പറയാം 2, 5-ാം ഭാവാധിപൻ 7-ൽ സ്ഥിതി ചെയ്യുകയാണ്. 11-ൽ ബുധന് നിൽക്കുകയാണ്. 3-ാം നമ്പർ എടുക്കുക ഈ നക്ഷത്രക്കാർ. ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഈ ഓണ ബമ്പർ ടിക്കറ്റ് എടുക്കുന്നവരുടെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം 3-ാം നമ്പർ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഉറപ്പ്. ഇവർ ഒറ്റയ്ക്ക് എടുക്കുന്നതാണ് നല്ലത്, കൂട്ട് വേണ്ട. ഒരു 500 രൂപ മുടക്കുക. ടിക്കറ്റ് എടുക്കാൻ താല്പര്യമുള്ളവരാണ് പറയുന്നത്. എല്ലാം നമ്മൾ എടുപ്പിക്കുന്നതല്ല. കുറേ ചിലവർ എനിക്ക് ഒരു വീഡിയോ ചെയ്തപ്പോൾ കമൻസ് വന്ന് ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റ് ആണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഈ പ്ലാനറ്റ് നോക്കിയാണ് പറയുന്നത്. ഇനി ഇനി ഒരു രാശിയും കൂടെ വരും. അതെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ധനുരാശി പറയാം. ധനുരാശിക്ക് നോക്കുകയാണെങ്കിൽ 11-ലാണ് ശുക്രൻ വരുന്നത് അന്നത്തെ പ്ലാനറ്റിൽ. അപ്പോൾ 6-ാം ഭാവാധിപൻ 11-ൽ വരുന്നത് ലോട്ടറി ഭാഗ്യം പറയാം. ഇപ്പോൾ 2-ാം ഭാവാധിപൻ 11-ൽ വരുന്ന പോലെ തന്നെ 6-ാം ഭാവാധിപൻ 11-ൽ വരുന്നത് ലോട്ടറി ഭാഗ്യം. 3-ൽ ശനിയുടെ സ്ഥിതിയും വരെയാണ്. അപ്പോൾ ശുക്രനും ശനി മിത്രങ്ങളാണ്. ഇവർ 6-ാം നമ്പർ എടുക്കുന്നത് പെട്ടെന്നുള്ള ധനം. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് എല്ലാവർക്കും കിട്ടില്ലല്ലോ. മറ്റേ പ്രൈസുകളും ഉണ്ട്. 10 കോടി രൂപ, 20 കോടി രൂപ ഓരോ 20 പേർക്ക് കൊടുക്കുകയാണ്. 50 ലക്ഷം വീതം 20 പേർക്ക് കൊടുക്കുകയാണ്. 1 ലക്ഷം കൊടുക്കുന്നുണ്ട്, 2 ലക്ഷം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ കിട്ടട്ടെ. ഇപ്പോൾ ധനുലേല നക്ഷത്രം, മൂലം, പുരാടം, ഉത്രാടം, കാല്. ഇവർക്ക് 11-ൽ ശുക്രൻ്റെ സ്ഥിതി ലോട്ടറി ഭാഗ്യം പറയണം. 6-ാം നമ്പർ എടുക്കുക, ബാക്കി ഉറപ്പാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഏതൊരു ഗ്രഹനിലയിലും രാശിയോ ലഗ്നമോ, അതിപ്പോൾ യാതൊരു ലഗ്നം ആയിക്കോട്ടെ. ഇപ്പം നേരത്തെ നമ്മൾ ചിങ്ങ ലഗ്നത്തിന് 2-ാം ഭാവാധിപൻ 11-ൽ വരുന്നത് ബുധനാണ്. ആ 11-ൽ വരുന്ന ബുധൻ 2-ൽ വന്നാലും ധനാഗമം. ഷെയർ മാർക്കറ്റിലൊക്കെ പെട്ടെന്ന്, ട്രേഡിങ്ങിലൊക്കെ പെട്ടെന്ന് ധനം വരുന്നത്. തിരിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ മകര ലഗ്നം 2-ാം ഭാവാധിപൻ ശനിയാണ്. അവർക്ക് ഇത് പാടാണ് കിട്ടാൻ. പക്ഷേ ശനി എന്ന് പറഞ്ഞാൽ മന്ദൻ. 11-ൽ വന്നാലും ശത്രുക്ഷേത്രമേ വരുള്ളൂ. അപ്പോൾ അത് പറയാൻ പാടില്ല. തിരിച്ച് ഇപ്പം മീന ലഗ്ന ജാതകം 2-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് കുജനാണ്. കുജൻ 11 കഴിഞ്ഞാൽ ഭൂമി ലാഭമേ പറയാവൂ, ലോട്ടറി ഭാഗ്യം പറയാൻ പാടില്ല. ഇത് ചില ഗ്രഹനിലയ്ക്കാണ്. അപ്പോൾ പ്ലാനറ്റ് എന്ന് പറയുന്നത് ബുധനാഴ്ചത്തെ പ്ലാനറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ 5 രാശിക്കാർക്ക് കിട്ടാനുള്ള യോഗമുണ്ട്. ഒരു പരീക്ഷണം നടത്തുക. എന്തായാലും നമുക്ക് നോക്കാം ആർക്കൊക്കെ ലോട്ടറി അടിക്കും. താങ്ക് യു. ഓക്കെ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.